തമിഴകത്ത് അല്ലെങ്കിൽ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും താരമൂല്യമുള്ള സൂപ്പർ സ്റ്റാറാണ് വിജയ്. അഭിനയിക്കുന്ന ചിത്രങ്ങളൊക്കെ നല്ലതായാലും മോശമായാലും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടില്ലെന്ന മിനിമം ഗ്യാരണ്ടിയുള്ള താരം. കഴിഞ്ഞ വർഷം 2 ചിത്രങ്ങളിൽ നിന്ന് മാത്രം 1000 കോടിയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ. വലിയ പ്രൊഡക്ഷൻ ഹൗസുകളും മുൻനിര സംവിധായകരും വരെ വിജയുടെ ഡേറ്റിനായി ക്യൂ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ദളപതി 69 നിർമ്മിക്കാൻ ആളില്ലെന്ന വലിയ പ്രതിസന്ധിയിലും നാണക്കേടിലുമാണ് വിജയ്. പ്രൊഡക്ഷൻ ഹൗസുകളും നിർമ്മാതാക്കളും റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ലെന്നതാണ് ഇതിന് കാരണം. എന്താണ് ആ റിസ്ക് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 3 മാസം പിന്നോട്ട് സഞ്ചരിക്കണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 2-ന് ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് വിജയ് സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചത്. ദളപതി 69 സിനിമ ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. വിജയുടെ വിരമിക്കൽ ചിത്രമെന്ന നിലയിൽ വലിയ ബിസിനസ് സാധ്യതകളുള്ള സിനിമയാകും ദളപതി 69 എന്നും ഉറപ്പാണ്. പക്ഷേ ആ ചിത്രം നിർമ്മിക്കാൻ ആരും തയ്യാറാകാത്തതിന് ഒറ്റ കാരണമേയുള്ളൂ: വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം. DMK എന്ന ഭരണകക്ഷിയെയും തമിഴ് സിനിമയിൽ ഏറ്റവും സ്വാധീനമുള്ള കരുണാനിധി കുടുംബത്തെയും പരസ്യമായി ശത്രുപക്ഷത്ത് നിർത്താൻ നിർമ്മാതാക്കൾക്ക് താല്പര്യമില്ലെന്ന് സാരം. മാത്രമല്ല, അവസാന ചിത്രം വിജയുടെ രാഷ്ട്രീയ നയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന സൂചനയും ചിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന 250 കോടിയുടെ പ്രതിഫലം DVKയ്ക്കുള്ളതാണെന്ന പാർട്ടി യോഗത്തിലെ വിജയുടെ പ്രഖ്യാപനവും കൂടി കണക്കിലെടുത്താണ് നിർമ്മാതാക്കളുടെ പിന്മാറ്റം. ഈ സാഹചര്യത്തിൽ വെങ്കട് പ്രഭു ചിത്രം ഗോട്ട് വിജയുടെ വിരമിക്കൽ ചിത്രമായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.